നമസ്കാരം. മലയാളികളായ സിവിൽ സർവീസ് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിയപ്പെട്ട ഓപ്ഷണൽ വിഷയമാണ് മലയാളം. എന്താണ് മലയാളം ഓപ്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്, എങ്ങനെയാണ് മലയാളം ഓപ്ഷണൽ പഠിക്കേണ്ടത് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് ഓപ്ഷണൽ പേപ്പറിൽ മലയാളം തിരഞ്ഞെടുക്കുന്നു എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകാനാകും. കാരണം താരതമ്യേന വളരെ കുറഞ്ഞ സിലബസ്, കൃത്യമായും പാഠ്യപദ്ധതിക്ക് അകത്തു നിന്ന് മാത്രം ചോദ്യങ്ങൾ വരുന്ന രീതി, മാത്രവുമല്ല മലയാളിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ആയാസരഹിതമായി വളരെ ആസ്വദിച്ച് പഠിച്ചെടുക്കാവുന്നൊരു വിഷയം. ഇതാണ് മലയാളം ഓപ്ഷണലിനെ സംബന്ധിച്ചിടത്തോളം പൊതുവായി നമുക്ക് പറയാവുന്ന ചില പ്രത്യേകതകൾ. UPSC പോലെ വളരെ സമയബന്ധിതമായി വളരെയധികം വിഷയങ്ങൾ പഠിച്ചു തീർക്കേണ്ട ഒരു പാഠ്യപദ്ധതിയുള്ള പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ രസകരമായി പഠിക്കാനും വളരെ ആസ്വാദ്യകരമായി പരീക്ഷ എഴുതാനും ഒക്കെ കഴിയുന്ന ഒരു പേപ്പർ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു സിലബസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ കുറഞ്ഞ സിലബസ് എന്ന് നമ്മൾ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല പാഠ്യപദ്ധതിക്ക് പുറത്തു നിന്ന് യാതൊരു തരത്തിലും ചോദ്യങ്ങൾ വരാറില്ല എന്നുള്ളതും UPSCയിൽ സ്കോറിംഗ് എന്നതിനെ ആസ്പദമാക്കി പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാഹിത്യവും സാഹിത്യ ചരിത്രവും പഠനത്തിന് വിധേയമാക്കുന്ന ഈ പേപ്പറിൽ 2 പേപ്പറുകളായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. ആ 2 പേപ്പറുകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആകെ മൊത്തം മലയാള സാഹിത്യ പഠനം എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാവുന്ന ഒരു പഠനമാണ് UPSC ആവശ്യപ്പെടുന്നത്. ഏകം IAS പുതിയതായി ആരംഭിക്കുന്ന ബാച്ചിൽ മലയാളം ഓപ്ഷണൽ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഈ ഏകം IASൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന മലയാളം ഓപ്ഷണലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിനി വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. 2 പേപ്പറുകളിലുമായി പരന്നു കിടക്കുന്ന മൊത്തം സിലബസിനെ നമ്മൾ വളരെ കൃത്യമായി ക്രോഡീകരിച്ച് 12ഓളം യൂണിറ്റുകളായി തരംതിരിച്ചിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനായി തരുന്നത്. ഈ 12ഓളം യൂണിറ്റുകൾ നമുക്ക് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ, നിങ്ങൾക്ക് പഠിക്കാനായി ലഭിക്കുന്ന പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രീ റെക്കോർഡഡ് വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന സമയത്ത് സൗകര്യപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണാം എന്നുള്ളതാണ്. സാധാരണ ഒരു ക്ലാസ് എപ്പോൾ ലഭിക്കും, അല്ലെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ദിവസം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുമോ എന്നുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. മുഴുവനായിട്ടും സിലബസ് പൂർണ്ണമായും പ്രീ റെക്കോർഡഡ് വീഡിയോസായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതും നിങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന തരത്തിൽ ചില വിഷയങ്ങൾ നിങ്ങൾക്ക് ആദ്യം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ആവർത്തിച്ച് കാണാവുന്ന സാധ്യതയും അതിന് പുറകിലുണ്ട്. അത്തരത്തിൽ ലഭിക്കുന്ന മുഴുവൻ സിലബസ് പൂർണ്ണമായും വീഡിയോ ക്ലാസ്സുകളായി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. മൊത്തം യൂണിറ്റുകളെ 12ആയി തരംതിരിച്ച് ഓരോ യൂണിറ്റുകൾ കഴിയുമ്പോഴും ഓരോ യൂണിറ്റ് പരീക്ഷകളും നിങ്ങൾ ഈ പഠനത്തോടൊപ്പം തന്നെ എഴുതി പോകുന്നുണ്ട്. പഠനം, എഴുത്ത്, തിരുത്ത്, ഇതാണ് നമ്മളൊരു രീതി എന്ന് പറയുന്നത്. കാരണം ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും നമ്മൾ പരീക്ഷയായിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഒരു ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് പോലെ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെയാണോ UPSCക്ക് വേണ്ടതെന്നും UPSCക്ക് വേണ്ട രീതിയിൽ എങ്ങനെയാണ് ഉത്തരങ്ങളെ ക്രമീകരിക്കേണ്ടതെന്നും നിങ്ങൾ ഇതിനോടൊപ്പം പഠിച്ചു പോകുന്നു. ഇത്തരത്തിൽ 12ഓളം യൂണിറ്റ് ടെസ്റ്റുകളും 4 മുഴുവൻ പരീക്ഷകളും അടങ്ങുന്ന 16 പരീക്ഷകളും ഈ പ്രോഗ്രാമിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കാണാമെന്നും സൗകര്യപ്രദമാകുന്ന തരത്തിൽ നിങ്ങൾക്ക് പഠിച്ച് പരീക്ഷ എഴുതാമെന്നുമുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു മൊത്തം സിലബസിനെയും ഒരു 4 മാസം കൊണ്ട് തീർക്കാവുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. 4 മാസം കൊണ്ട് നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടുതിരിക്കുകയും പരീക്ഷകൾ എഴുതി പൂർത്തിയാക്കുകയും ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് തുടർന്നുള്ള സമയങ്ങളിൽ റിവിഷനും അധിക വായനകൾക്കുമൊക്കെ സമയം ലഭിക്കും. മറ്റൊരു കാര്യം, ഈ ക്ലാസ്സുകളോടൊപ്പം നിങ്ങൾക്ക് ഓരോ യൂണിറ്റിലും നിങ്ങൾക്ക് ലഭിക്കുന്ന മെറ്റീരിയലാണ്. കേരളത്തിൽ തന്നെ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച മെറ്റീരിയൽ എന്ന് നമുക്ക് പറയാവുന്നതും അതല്ലെങ്കിൽ മറ്റു പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ലഭിക്കുന്ന മെറ്റീരിയൽ ഇതിൻ്റെ പകർപ്പാണ് എന്ന് പോലും പറയാവുന്ന തരത്തിലുള്ളൊരു മെറ്റീരിയലാണ് ഏകം IAS നിങ്ങൾക്ക് തരുന്നത്. പലരും ഇതേ മെറ്റീരിയൽ ബുക്കായിട്ടും ഇതിനവിടെയും ഇവിടെയും ഒക്കെ ബുക്കായിട്ടുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളോടൊപ്പം തന്നെ ലഭിക്കുന്നതാണ്. ഏകം IASൻ്റെ ഈ സമ്പൂർണ്ണ മെറ്റീരിയൽ എന്ന് പറയുന്നത് പേപ്പർ 1നെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും നിങ്ങളുടെ സിലബസ് കവർ ചെയ്യുന്നതും പേപ്പർ 2നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അധിക വായനകൾ ആവശ്യപ്പെടുന്നതുമായ
എന്നാൽ ആദ്യമായി ഒരു പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ വിഷയത്തെ പൂർണ്ണമായും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. എങ്ങനെയാണ് മെറ്റീരിയൽ വായിക്കേണ്ടതാണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയതൊക്കെ നമ്മൾ പിന്നീട് സംസാരിക്കും. മറ്റൊന്ന് മെറ്റീരിയൽ, ക്ലാസ്, പരീക്ഷ. ഇതിനോടൊപ്പം തന്നെ ഓരോ വ്യക്തികൾക്കും അവർ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവർക്ക് അവരുടെ എഴുത്തും വായനയും ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഫീഡ്ബാക്ക് സെഷനുകൾ, യഥാർത്ഥത്തിൽ നമ്മൾ പേഴ്സണൽ മെൻറ്റർഷിപ്പ് എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ഒരു ആൻസർ, നിങ്ങൾ എഴുതുന്ന ഉത്തരങ്ങൾക്കുള്ള വിശകലനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ പേഴ്സണൽ മെൻറ്റർഷിപ്പ് എന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ ഓരോ വ്യക്തികളെയും കൈകാര്യം ചെയ്യുന്നത്. കാരണം ഓരോ വ്യക്തികളും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന അവരുടെ ആവശ്യങ്ങൾ, അവരുടെ എഴുത്തിലും അവരുടെ വായനയിലും ഒക്കെ ആവശ്യപ്പെടുന്ന ശ്രദ്ധ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ സ്വതന്ത്രമായി പഠിക്കുന്നു, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ ചോദിക്കുന്നു, ആ സംശയങ്ങൾക്കൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഉത്തരം എഴുതി സബ്മിറ്റ് ചെയ്യാൻ തോന്നുന്നു, നിങ്ങൾ അതിൽ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 3 or 4 യൂണിറ്റുകൾ പഠിച്ചു കഴിയുമ്പോൾ ഒരു യൂണിറ്റ് ടെസ്റ്റ് എഴുതുന്നു. അതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് തീർത്തും വ്യക്തിപരമായി നിങ്ങൾ എഴുതിയ ഓരോ ചോദ്യത്തെയും നിങ്ങൾ എഴുതിയിരിക്കുന്ന അഭിപ്രായങ്ങളെയും ഒക്കെ വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു മെൻറ്റർഷിപ്പും നിങ്ങൾക്ക് ലഭിക്കും. ഇത്തരത്തിൽ സമഗ്രമായി ആദ്യമായി മലയാളം പഠിക്കുന്ന ഒരാളെന്ന യാതൊരു അപരിചിതത്വവും നിങ്ങൾക്ക് തോന്നാത്ത വിധത്തിൽ മലയാളത്തെ വിദഗ്ധമായി മനസ്സിലാക്കാനും ഭാഷയെയും സാഹിത്യത്തെയും വളരെ നന്നായി സമീപിക്കാനും കഴിയുന്ന ഒരു പാഠ്യപദ്ധതിയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പഠനം, എഴുത്ത്, തിരുത്ത് എന്ന രീതിയിൽ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഓപ്ഷണലിനെ വളരെ നന്നായി പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും. എങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ എന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആദ്യം ഒരു ട്രയൽ ക്ലാസ്, ഡെമോ ക്ലാസ് എടുക്കാവുന്നതാണ്. ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു ഡെമോ ക്ലാസ് ലഭിക്കും. നമുക്ക് പഠിക്കാനുള്ളൊരു യൂണിറ്റിൻ്റെ ക്ലാസ് അതിലുണ്ട്. സൗജന്യമായി നിങ്ങൾക്കത് കാണാം. തുടർന്ന് അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. അതെല്ലാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇത്തരത്തിൽ മലയാളം ഓപ്ഷണൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നവർ നിർബന്ധമായും നിങ്ങൾ ഡെമോ ക്ലാസ് കണ്ട് മലയാളം ക്ലാസ്സുകളെക്കുറിച്ച് മനസ്സിലാക്കാനും ഏകം IAS ഈ പരിപാടിയെ വിദഗ്ധമായി മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്.